ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കുക്കറിൽ ഒരു വിസിൽ കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ പച്ചക്കറികളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്, കഴുകി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അതിൽ വേവുള്ള പച്ചക്കറികൾ, കുറച്ചധികം വേവുള്ളത് ഞാൻ മാറ്റി വേറെയും എളുപ്പത്തിൽ വേവുന്നത് മറ്റൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാഴക്ക, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് അങ്ങനെ കുറച്ച് വേവുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, പയർ, അതുപോലെ പെട്ടെന്ന് വേവുന്നത് മറ്റൊരു പാത്രത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ തീ ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാനുള്ളത് വേവ് കൂടുതലുള്ള പച്ചക്കറികളാണ്. അപ്പോൾ അത് മുറിച്ച് വെച്ച് ഞാനിപ്പോൾ ഇതാ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേവ് കുറഞ്ഞ പച്ചക്കറി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അടിയിലുള്ളത് പെട്ടെന്ന് കുക്കായി കിട്ടും, മുകളിലുള്ളത് അത്ര വേവില്ല. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കണം. ഇതിൽ എല്ലാ മസാലയും ഉള്ളതുകൊണ്ടാണ്. അഡീഷണലായിട്ട് എരിവ് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടിയും ചേർക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചക്കറി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓവർ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മതിയാവും. ഒരു പകുതി ഭാഗം വെള്ളം ഒഴിച്ചാൽ മതി. മുകളിലുള്ള പച്ചക്കറിയിൽ വെള്ളം ആവാത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുക്കർ ഇതാ മൂടി വെച്ചിട്ട് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ പ്രഷർ മൊത്തം സ്പൂൺ വെച്ചിട്ട് പോക്കുകയാണ്. പ്രഷർ ഫുൾ പോയതിന് ശേഷം അപ്പോൾ തന്നെ തുറന്നു കൊടുക്കുക. നമ്മൾ ടാപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് അതൊന്ന് തണുപ്പാക്കി എടുത്താലും മതി. ഇപ്പോൾ ഇതാ പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അടിയിലുള്ളത് നന്നായിട്ട് വേവും, മുകളിലുള്ളത് ഒരു അത്യാവശ്യം കുക്കായി കിട്ടും, ഉടഞ്ഞു പോവുകയില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പച്ചക്കറി വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ പുളി ചേർക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പുളി ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഉണ്ട പുളി ഞാനിവിടെ ചൂടുവെള്ളത്തിലിട്ടിട്ട് പൊതിർത്തിയെടുത്തതാണ്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ പച്ചക്കറിയിലേക്ക് ഞാൻ ആ പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. തക്കാളി ചേർത്തിട്ട് പുളി ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ല, ഇപ്പോൾ ഞാൻ തക്കാളി ചേർക്കാത്തതുകൊണ്ട് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ കടുക് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിൻ്റെ ഇല ഞാൻ എണ്ണയിലേക്ക് ഇടാത്തത്, നമ്മൾ കഴുകിയിട്ട് കറിവേപ്പില ഇടുമ്പോൾ പൊട്ടിത്തെറിക്ക് എണ്ണയൊക്കെ പുറത്താവുമെന്ന് കരുതിയിട്ട് ഞാൻ കറിയിൽ മുകളിൽ വെച്ചിട്ട് അതിന് മുകളിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാറാണ് പതിവ്. അപ്പോൾ ഇതാ നമ്മൾ എളുപ്പത്തിൽ ഒരു കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ദോശയുടെ കൂടെയാണ് സാമ്പാർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് സാമ്പാർ ഒരു പാത്രത്തിലേക്ക് വിളമ്പുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ദോശയുടെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസിൽ നിങ്ങൾ പറയണം. ഓക്കെ, അസ്സലാമു അലൈക്കും.